ഫണ്ടുകളുടെ അഭാവവും സാങ്കേതിക വിദ്യകളുടെ അപര്യാപ്തകളും മൂലം കാലങ്ങളോളം മുരടിച്ചു കിടന്നിരുന്ന കേരളത്തിന്റെ വികസന രംഗത്തേക്ക് കാലെടുത്തുവെച്ച വിപ്ലവം തന്നെയായിരുന്നു കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി. പലവിധ നിയന്ത്രണങ്ങളോടെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കിയപ്പോഴും കോവിഡ് പോലുള്ള മഹാമാരി സാമ്പത്തിക മേഖലയെ പിടിച്ചുലച്ചപ്പോഴും കേരളത്തിന്റെ വികസന ഭൂപടത്തെ മാറ്റിമറിച്ച് വികസന വഴികൾ തുറന്നു കാണിക്കുന്നതിൽ കിഫ്ബി ഒരു പരിധിവരെ വിജയിച്ചുവെന്ന് സമ്മതിച്ചു കൊടുക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ കിഫ്ബി നടത്തിയ വികസന പദ്ധതികളെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നതോടെയാണ് കിഫ്ബി വീണ്ടും വാർത്തകളിൽ നിറയുന്നത്. 1999 കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി നിയമപ്രകാരം 1999 നവംബർ 11 കിഫ്ബി നിലവിൽ വരുന്നത്. പിന്നീട് വിപ്ലവകരമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കുറച്ചു വർഷം ശേഷം 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിയമ ഭേദഗതിയിലൂടെ ശാക്തീകരിച്ചതിന് ശേഷമാണ് കിഫ്ബി സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളിൽ അടിത്തറയാകുന്നത്. സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. 5 വർഷം കൊണ്ട് 50,000 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം തുടങ്ങിയ കിഫ്ബി ഇപ്പോൾ 10ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ആകെ 98,837 കോടി രൂപയുടെ 1,237 പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. ഇതിനകം 38,000 കോടി രൂപയിലധികം ചെലവാക്കി. ഇതിനു മുമ്പ് തത്വത്തിൽ അംഗീകാരം നൽകിയ പദ്ധതികൾക്ക് അന്തിമാംഗീകാരം നൽകുന്നതിനുള്ള നടപടി തുടരുകയാണ്. ഏകദേശം 1,10,000 കോടി രൂപ മൂല്യമുള്ള പദ്ധതികളാണ് സഫലീകരിക്കേണ്ടത്. കിഫ്ബി ഫണ്ടിൽ സംസ്ഥാനത്തെ ഓരോ ജില്ലകളിലും നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പരിശോധിക്കാം. ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ ആകാശഭംഗി ഈ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. ജില്ലയിലെ യാത്രാക്ലേശം ഏറെയുള്ള ഉടുമ്പൻചോല, ദേവികുളം മണ്ഡലങ്ങളുടെ മുഖഛായ മാറ്റിയ പദ്ധതിയാണ് 2ാം വയൽ ചിത്തിരപുരം മലയോര പാത. കിഫ്ബി അനുവദിച്ച 178 കോടി രൂപ ചെലവിട്ടാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ കിഫ്ബി വഴി ആകെ 13,500 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി. കാസർഗോഡ് ജില്ലയിൽ കായിക മേഖലയ്ക്ക് ശക്തി പകരാൻ തൃക്കരിപ്പൂർ നടക്കാവിൽ ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് ഉയർന്നു. ജില്ലയിൽ ആകെ 29 കോടി രൂപയാണ് കളിസ്ഥലങ്ങൾക്കായി അനുവദിച്ചത്. 30 കോടിയിലേറെ രൂപ ചെലവിട്ട് കാസർഗോഡ് മണ്ഡലത്തിലെ നിരവധി റോഡുകളുടെ വികസനം സാധ്യമാക്കി. നിരവധി സ്കൂൾ കെട്ടിടങ്ങളും ആധുനികവൽക്കരിച്ചു. ആരോഗ്യ, ടൂറിസം മേഖലകൾക്ക് കരുത്തു പകരുന്ന നിരവധി പദ്ധതികളും അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയത് കിഫ്ബി വഴിയാണ്. മെഡിക്കൽ കോളേജിൽ കിഫ്ബി പദ്ധതിയിലൂടെ 279 കോടി രൂപ ചെലവഴിച്ച് സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കി. MG യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തല വികസനം, സ്പോർട്സ് കോംപ്ലക്സ്, കോട്ടയത്ത് ജില്ലാ ആശുപത്രി മന്ദിരം, ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വികസനം എന്നിവ നടപ്പാക്കി. കോട്ടയത്തെ ജനറൽ ആശുപത്രി വികസനത്തിന് 130 കോടി രൂപയും കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള ശുദ്ധീകരണ കേന്ദ്രത്തിനായി 50 കോടിയും ചെലവാക്കി. കിഫ്ബിയുടെ ധനസഹായത്താൽ 2,134 കോടി രൂപയുടെ മുതൽ മുടക്കിലാണ് കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ ദൈർഘ്യമേറിയ 2ാമത്തെ ട്വിൻ ട്യൂബ് ടണലാണിത്. കണ്ണൂരിൽ 234 കോടി രൂപ നൽകി നടപ്പിലാക്കിയ മുഴുപ്പിലങ്ങാടി ധർമ്മടം സമഗ്ര ടൂറിസം പദ്ധതിയും തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതി ടൂറിസം മേഖലയ്ക്ക് കരുത്തു പകരുന്നവയാണ്. 449 കോടി രൂപ ചെലവിട്ട് എറണാകുളത്ത് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ യാഥാർത്ഥ്യമാക്കി. 150 കോടി രൂപയാണ് ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിച്ചത്. കൊല്ലത്ത് 57 കോടി ചെലവിട്ട് ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രം നിർമ്മിച്ചു. ഫെബ്രുവരി മാസത്തോടെ പൂർത്തിയാക്കുന്നത് 200 കോടി രൂപയുടെ 13 പദ്ധതികളാണ്. പത്തനംതിട്ടയിൽ കോന്നി മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചത് 352 കോടി രൂപയാണ്. അടൂർ ജനറൽ ആശുപത്രിയിൽ 15 കോടി ചെലവഴിച്ചും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 30 കോടി ചെലവഴിച്ചും പുതിയ കെട്ടിടങ്ങൾ സജ്ജമായി വരുന്നു. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ വമ്പൻ പദ്ധതികളാണ് തൃശൂരിൽ നടപ്പാക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ചെലവായ 371 കോടി രൂപയിൽ 312 കോടി രൂപ കിഫ്ബിയാണ് വഹിച്ചത്. മെഡിക്കൽ കോളേജിൽ 279 കോടി രൂപ ചെലവഴിച്ച് അമ്മയും കുഞ്ഞും ബ്ലോക്ക് പൂർത്തിയാക്കി. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മിച്ചത് 199 കോടി രൂപയ്ക്കാണ്. 126 കോടി രൂപ ചെലവഴിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുകയാണ്. 70 കോടി രൂപ ചെലവിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രി നവീകരിച്ചു.
ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ 15 കോടി ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചു. അട്ടപ്പാടി ചുരം റോഡിന് 150 കോടി രൂപയും തെന്നിലാപുരം പാലത്തിന് 20 കോടി രൂപയും കോങ്ങോട് മണ്ണാർക്കാട് ടിപ്പു സുൽത്താൻ റോഡിന് 59 കോടി രൂപ വീതം ചെലവഴിച്ചു. ആലപ്പുഴയിൽ വയലാർ ഇൻഫോ പാർക്ക് പാലം പദ്ധതി പുനരാരംഭിക്കാനായി 94 കോടിയുടെ പുതുക്കിയ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. തോട്ടപ്പള്ളി നാലുചിറ പാലത്തിന് 61 കോടിയും നൽകി. കേരളം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിലാണ്. നിലവിലെ സർക്കാർ തുടരുകയാണെങ്കിലും ഭരണമാറ്റം സംഭവിക്കുകയാണെങ്കിലും കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ടു പോകേണ്ടത് നാടിന്റെ വികസനത്തിന് അനിവാര്യമാണെന്ന് നിസ്സംശയം പറയാം.